ഹായ് ഹലോ. അപ്പം ഇന്ന് നേരം പുലരുന്നേ ഉള്ളൂ. പുലരുമ്പം തന്നെ പോകുന്നത് നമുക്ക് നല്ല ഫ്രഷ് മീൻ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് കേട്ടോ. യാത്രയിൽ അവിടെ ഹാർബറിൽ എത്തുന്നത് വരെ നമുക്ക് എന്താണ് കളിയാക്കലാണ്. കാരണം ലൈസൻസ് എടുത്ത് വെച്ചിട്ട് വണ്ടി ഇതുവരെ എടുക്കാറില്ല. അപ്പോൾ അതിന് കുറേ കളിയാക്കി കൊണ്ടാണ് പോകുന്നത്. ഇപ്പോഴും വണ്ടി ഓട്ടുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുന്നുണ്ട്. പക്ഷേ 2 വീലർ എടുക്കാറുണ്ട്, 4 വീലർ അങ്ങനെ എടുത്തിട്ട് പോവാറില്ല. അങ്ങനെ നേരെ വെളുക്കുമ്പം തന്നെ നമുക്ക് ഫ്രഷായിട്ട് കിട്ടും വേണമല്ലോ. അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് മീൻ പ്രധാനമായിട്ടും അച്ചാറിട്ടിട്ട് ഗൾഫിലേക്ക് കൊടുത്ത് വിടാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം സമയം പോവാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 6:30 ആകുമ്പോഴേക്ക് നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പം വീണ്ടും അടുത്ത കളിയാക്കൽ. അതെന്താ വെച്ചാൽ ഹാർബറിലേക്ക് നല്ല മീനിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പെർഫ്യൂം അടിച്ചാണ് വന്നതെന്നും പറഞ്ഞ് അടുത്തത് കളിയാക്കൽ അവിടെ നിന്ന് കിട്ടി. പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും അവിടെ നല്ല തകൃതിയായിട്ടുള്ള കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ ലോറിയിലൊക്കെ കയറ്റി കൊണ്ടുപോവുകയാണല്ലോ. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുമായി എല്ലാ തരം മീനുകളും എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരിക്കും അവിടെ എത്തിപ്പോയാൽ. പോവാത്തവരൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഹാർബറിൽ ഡയറക്റ്റ് പോയിട്ട് കാണണം. അത് വലിയ ബോട്ട് അവിടെ നടുവിലല്ലേ നിൽക്കുക. ചെറിയ തോണി പോയിട്ടാണല്ലോ പിടിച്ചിട്ട് ചെറിയ തോണിയിലോട്ട് മാറ്റിയിട്ടാണല്ലോ അവർ കൊണ്ടുവരിക. അതൊക്കെ കാണുമ്പം അതൊക്കെ ഫസ്റ്റായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ടാണ് അങ്ങനെയൊക്കെ കാണുന്നത്. പിന്നെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ അവരെ കയ്യിലുള്ള ആ കൊട്ട ഉണ്ടല്ലോ, ആ കൊട്ടയിൽ അവർ തരുള്ളൂ. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തമായിട്ടേ കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് മീനൊന്നും കിട്ടില്ല അവിടുന്ന്. വലിയ മീനൊക്കെ ആണെങ്കിൽ 1 or 2 അങ്ങനെയൊക്കെ കിട്ടും. ചെറിയ മീനുകളൊക്കെ ലേലത്തിൽ വിളിച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ നമുക്ക് ചെമ്മി കിട്ടിയില്ല. ചെമ്മി വേണം, പിന്നെ ഒരു വലിയ കഷ്ണം മീനും മേടിക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പോയത്. ചെമ്മി കൊട്ടയോട് കൂടിയേ തരുള്ളൂ എന്ന് പറഞ്ഞു. അത് പിന്നെ നമുക്കങ്ങനെ ഒരു കൊട്ട മുഴുവൻ കിട്ടിയിട്ടും കാര്യമില്ലായിരുന്നു. അങ്ങനെ നമുക്ക് പറ്റിയ 2 വലിയ മീൻ മേടിച്ചു. പിന്നെ അവരെന്നെ കട്ട് ചെയ്ത് തരും കേട്ടോ. നല്ല ചെറുതായിട്ട് നമ്മൾ പറയുന്ന വലുപ്പത്തിന് നമുക്ക് എന്തിനാണോ ആവശ്യം അതിനനുസരിച്ച് അവർ കട്ട് ചെയ്ത് തരും. അവിടെ ആ ഒരു മരങ്ങളൊക്കെ കണ്ടില്ല, ആ മരങ്ങളൊക്കെ നിറയെ പരുന്തുകളാണ്. ചക്കിപ്പരുന്തും കൃഷ്ണപ്പരുന്തും എന്നൊക്കെ പറയുമല്ലോ, നമ്മളൊക്കെ അങ്ങനെയാണ് കേട്ടോ പറയൽ. ആ 2 ബ്ലാക്കും പരുന്തും മറ്റേ വൈറ്റ് കളറിൽ വരുന്നത് കൃഷ്ണപ്പരുന്ത് അങ്ങനെയൊക്കെ പറയുമല്ലോ. അങ്ങനെയുള്ള കുറേ പരുന്തുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കുറേ സമയം നോക്കിയിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ മീനും ഇത് 2.5 കിലോയിലധികം ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു വലുതും. അങ്ങനെ അത് 2 എണ്ണമാണ് നമുക്ക് അവിടുന്ന് കിട്ടിയിരിക്കുന്നത്. കാരണം ചെമ്മിയൊന്നും അവിടുന്ന് കിട്ടിയില്ല. അപ്പോൾ കിട്ടിയതും കൊണ്ട് നമ്മൾ പോന്നു. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളായിരുന്നു.